പിണറായി വിജയൻ എന്ന നേതാവ്, കേരള മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തിട്ട് നീണ്ട 10 കൊല്ലത്തോളം ആവുകയാണ്. ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും ഒരു നേതാവിനെ കുറിച്ച്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ഈസ്റ്റ് റോഡിലാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പിണറായി വിജയൻ എന്ന നേതാവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചറിയാം. പിണറായി വിജയൻ എന്നുള്ളൊരു നേതാവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പിണറായി വിജയൻ നല്ല സഖാവാണ്. ഇനി അടുത്ത പ്രാവശ്യം അയാൾ തന്നെ ഭരിക്കും. നല്ലൊരു നേതാവും കൂടിയാണ്. ഈ 9 കൊല്ലം 10 കൊല്ലം വരെ ഇവിടെ ഭരിക്കാൻ തുടങ്ങി. ഇത്രയും കഴിവുള്ള നേതാവാണ്. ഇത്രയും കേരളത്തിനെ നയിച്ചുകൊണ്ട് പോകാൻ ഒരു കഴിവുള്ള നേതാവാണ്. ഇത്രയും വർഗീയതയും ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അതിനെ ഇത്രയും കൊണ്ടുപോകുക കഴിവുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. നല്ല നേതാവാണ്. നമ്മളെ പാവങ്ങൾക്കുള്ള പെൻഷൻ എല്ലാം കറക്റ്റ് തരുന്നുണ്ട് എല്ലാ മാസവും. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. 2026 LDF വരാൻ തന്നെയായിരിക്കും സാധ്യത. അതെ, നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. 2026 അധികാരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു നേതാവ് നല്ലൊരു നേതാവാണ്. 9-10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു മാറ്റമില്ല. അടുത്തത് അവർ തന്നെ വരും. പാവപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട 1600 രൂപ പെൻഷൻകാർക്ക് 1600 രൂപ ഉള്ളൂ. കെ വി തോമസിന് അവരൊക്കെ 1 ലക്ഷം 1.25 ലക്ഷമൊക്കെ കൊടുത്ത് പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടി കൈയിട്ട് അവനോട് വേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പാവപ്പെട്ടവന് പെൻഷനും കൂട്ടി പാവപ്പെട്ട റേഷനും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും വരും. നല്ലൊരു നേതാവാണ്, നമ്മൾ അംഗീകരിക്കും. അങ്ങനെ വീണ്ടും LDF തന്നെയാണ് വരുന്നെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യത? മുഖ്യമന്ത്രി പിണറായി ആയിരിക്കും. പിണറായി ആയാലേ അത് ശരിയാവുള്ളൂ. പിണറായി വിജയൻ എന്നുള്ളൊരു നേതാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല നേതാവ്, നല്ല നേതാവ്. വേറെ കുഴപ്പം ഇനി 2026 അദ്ദേഹം തന്നെ വരുമെന്ന് തോന്നുന്നു. നേതാവിനെ കുറിച്ച് അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായമാണ്. ജനങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും അയാൾ ഒരു കുറച്ച് തീരുമാനത്തിലേക്ക് ധീരനായ ഒരു നേതാവ്. നേതാവ് എന്നറിയാം. ആൾക്കാരെന്ത് എന്താ പറയട്ടെ, കുറച്ചൊരു ഇതാണ് നീങ്ങുന്നത്. 2026 LDF തന്നെയായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. സത്യം അറിയാലോ, ജനങ്ങൾക്ക് അറിയാമല്ലോ. എന്തെല്ലാം അവിടെ കാട്ടിക്കുട്ടിയാലോ ഈ 10 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും പുള്ളിക്കാരൻ പിടിച്ചിട്ട് നിൽക്കുകയല്ലേ. അങ്ങനെ നേതാവ് ഉണ്ടെന്നുള്ള കാര്യം ഇനി ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ധീരനായ ഒരു നേതാവ് തന്നെ. എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം നേരത്തെ ഭരിച്ചില്ലേ, ഇനി ബാക്കിയുള്ള കിട്ടിയല്ലോ, രണ്ടാമത് വന്നല്ലോ. അതിൽ എങ്ങനെ വെച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു നേതാവെന്ന് പറയാം. കഴിവുള്ള ഒരു നേതാവ്. അടിപൊളി നേതാവ്, ചങ്കൂറ്റുള്ള നേതാവ്, സംയമനം പാലിക്കുന്ന ഒരു നേതാവാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല നേതാവാണ്. ഒരു തുടർ ഭരണം എന്ന് പറഞ്ഞാൽ ഇത് കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി രണ്ടാമതും ഭരിക്കുന്നത്. അപ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. അപ്പോൾ അത് വീണ്ടും LDF അധികാരത്തിൽ വരുന്ന സൂചനയാണ്. പ്രതിപക്ഷ പാർട്ടി നിലയിൽ UDF സർക്കാരിന്റെ വീഴ്ചകളൊന്നും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല. അങ്ങനെ അഥവാ LDF തന്നെയാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അത് LDF മുന്നണി തീരുമാനിക്കണ്ടേ. അനുസരിച്ച് ലീഡർ തീരുമാനിക്കുന്നത് LDF മുന്നണിയാണ്. ആദ്യം LDF സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നു, അങ്ങനെയായിരിക്കും. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിന്റെ, അല്ലേ? വളരെ മനോഹരമായ രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചു പോകുന്നു ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക്. പക്ഷേ നമ്മുടെ ഈ വലിയ റോഡുകളൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപകടം തരണം ചെയ്താണ് പൊതുജനങ്ങൾ ജീവിക്കുന്നത്. അത് ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഇപ്പോഴും ബൈപ്പാസ് എന്ന് പറയണത് തന്നെ ഈഞ്ചക്കൽ മറ്റേ കുമരിച്ചന്ത എന്ന് പറയും, പുത്തമ്പള്ളി പൂന്തർ റൂട്ട് പോകുമ്പോൾ 2 ഭാഗവും കൊണ്ട് ബന്ധൂസാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ബന്ധാക്കി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ഒരു പ്രതിവിധി ഇതുവരെ കണ്ടെത്തിയില്ലെന്ന് വേണം പറയാൻ. അതിന് വളരെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പബ്ലിക് ജനങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ജനങ്ങളാണെങ്കിൽ ഈ അതായത് ബസ് ഫെയർ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ബസ് ഫെയർ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ പോലുള്ളവർ ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോൾ ഇതിലെ ചുറ്റിക്കറങ്ങി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കും പൈസ ഇല്ലാത്തതിൻ്റെ ഇതിൽ നമ്മൾ വണ്ടിലും കയറുന്നില്ല, ബസ്സും കുറേ കറങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭരണസമിതി, നമ്മുടെ ഭരണകർത്താക്കൾ
കൂടുതൽ ഊന്നൽ നൽകി ഒരു ബ്രൈറ്റ് ഐഡിയയൊക്കെ ചെയ്യണമായിരുന്നു. ഇത് വലയിപ്പിച്ച് കളഞ്ഞു. പൊതുജനങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി നല്ല നിലക്കുള്ള കാഴ്ചകൾ വെച്ചു പോകുന്നു. ഏതാണ്ട് ഇവിടെ ഗാന്ധി പാർക്ക് തന്നെ ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന ഗാന്ധി പാർക്ക് മുറ്റത്താണില്ലേ, അങ്ങനെയൊക്കെ ഡെവലപ്പുകൾ കുറെ ചെയ്യുന്നതെന്നെങ്കിലും കുറെ ബുദ്ധിമുട്ടുകളും പിന്നിലുണ്ട് എന്നതാണ് സത്യം. നല്ല നേതാവ് നല്ല നേതാവ്. 2026 LDF തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പേരോട് സംസാരിക്കാൻ സാധിച്ചു. ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലസ്ഥാനം പിണറായിയോട് ഒപ്പം തന്നെയാണ്. അല്ലറ ചില പിണക്കങ്ങളുണ്ട്, എന്നാൽ കൂടി തലസ്ഥാനം ഒത്തൊരുമിച്ച് പറയുന്നത് പിണറായി എന്ന ഒരു നേതാവ്, ധീരനായ നേതാവ് എന്നത് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.